പിണറായിയെ ദീർഘവർഷമായിട്ട് അദ്ദേഹത്തെ തകർക്കുക, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള മോദി ഗവൺമെൻറ്റും കേരളത്തിനകത്ത് UDF പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ആളുടെ നേതൃത്വത്തിൽ എത്ര വർഷമായി ഇത്തരം പ്രചരണം ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ED ഉപയോഗിച്ചുകൊണ്ട് ഇന്നും നിരവധി കേന്ദ്രങ്ങളിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ വീടുകൾ ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ഒരു കൊടുക്കാൻ കഴിയില്ല. കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ED ഉദ്ദേശിക്കുന്നത് സഖാവ് പിണറായി രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ തന്നെയാണ് പാർട്ടി പ്രവർത്തകർ നിങ്ങളുടെ തീരുമാനം. പാർട്ടി അതും നിയമപരമായും രണ്ടും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കാര്യം നീക്കുക. റെയ്ഡ് തടസ്സപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഒന്നുമില്ല, ഇല്ല 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 അതൊന്നുമില്ല. അവരുടെ റെയ്ഡ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 7 മണിക്ക് ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ലല്ലോ അവരെ. ഞങ്ങൾ കയറാനൊന്നും തടസ്സപ്പെടുത്തിയില്ല. ശക്തമായ പ്രതിഷേധമാണ്. ശക്തമായ പ്രതിഷേധം തന്നെയല്ലേ. പാർട്ടിയെ തകർക്കുക എന്നല്ല ഒറ്റ അജണ്ട അതാണ്. പാർട്ടിയെ തകർക്കുക. പിണറായി തകർന്ന പാർട്ടി തകരും എന്നുള്ള ധാരണയിലാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രയേ പറയാനുള്ളൂ. ബന്ധപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം VD സതീശൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡ്. അതെ, ഇന്നലെ മോഡിയും പിന്നെ മുഖ്യമന്ത്രിയും കൂടി ചർച്ച നടത്തിയില്ലേ? അതിൽ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇനിയിപ്പോൾ അമിത്ഷായുടെ കാണുന്നുണ്ടെന്ന് അതിൽ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതെല്ലാം ഇതിൽ പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുക. 100% പങ്കുണ്ട്. അതിലൊരു സംശയം വേണ്ട. കോൺഗ്രസും BJPയും RSSും കൂടിയുള്ളൊരു ഒത്തുകളി. ഏത് തരത്തിലാണ് നിങ്ങളൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി? അതെ 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 പ്രതിഷേധം, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പ്രതിരോധിക്കാമെന്ന് തന്നെയാണ്. റെയ്ഡിനെ തടസ്സപ്പെടുത്താനുള്ള ഉദ്ദേശം അത് നിയമപരമായി നടക്കേണ്ടതാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമായി CPMനെ തകർക്കുന്നതിന് വേണ്ടി RSSുമായി കൂട്ടുകൂടി VD സതീശൻ, ഇവിടുത്തെ കോൺഗ്രസും VD സതീശനും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് ഒരു രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ള സമീപനത്തിലേക്ക് തന്നെയാണ്. അതെ, അതങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ ഉദ്ദേശമാണല്ലോ ഇന്നലെ മുഖ്യമന്ത്രി പോയി. മറ്റ് കേരളത്തിൽ പാവപ്പെട്ട കൂട്ടരെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അങ്ങനെ കാണുമ്പോൾ പോയ പിന്നെ 2-3 ദിവസം ഒന്നും എടുക്കണ്ട. ആ ഒറ്റ കാരണം തന്നെയാണ്. ഞാൻ ആദ്യമേ പറയുന്നുണ്ട് പിണറായിനെ അവസാനിപ്പിക്കുമെന്ന്. അത് ജമ്മത്തിലൊന്നും നടക്കുകയില്ല. ജമ്മത്തിൽ നടക്കൂല. അപ്പോൾ ഒരു പ്രാവശ്യം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചല്ലേ പണ്ടത്തെ പാർട്ടി കോൺഗ്രസിന് പോകുമ്പോൾ. അന്ന് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലാക്കിയത് കൊണ്ടാണ് സഖാവ് രക്ഷപ്പെട്ടിരുന്നു. അത് EP ജയരാജനാണ് കിട്ടിയത്. കോടിയേരിനെയും പിണറായിനെയും കൊല്ലാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ആ ടിക്കറ്റ് ക്യാൻസലാക്കിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. അന്നേ ഉണ്ട്. അതിൽ നിങ്ങളെ ചാനലുകാർക്കും പങ്കുണ്ട്. എല്ലാത്തിലും ചാനലുകാർക്ക് കൃത്യമായ പങ്കുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെല്ലാം തന്നെ നടക്കുന്നത്. ആളുകളോടൊക്കെ ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും പിന്നെ ഇതൊരു അനീതിയാണ്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം നമ്മൾ പാർട്ടീൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണമാണ്. നമുക്ക് ഈ പിണറായി വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലെ ഈ വീട്ടിൻ്റെ പരിസരത്തേക്കുള്ള റോഡ് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ റോഡാണ്. പ്രധാനപ്പെട്ട പിണറായിയിൽ നിന്നും അഞ്ചരക്കണ്ടി ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡിൽ ആ റോഡിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ പിണറായി പാണ്ഡ്യാലമുക്കിലെ ഈ വീടുള്ളത്. ആ പ്രദേശത്തേക്ക് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള CPM പ്രവർത്തകന്മാർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ. നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടി കഴിയും. നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും ഈ വീടിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30 മണിക്ക് കൃത്യമായ രീതിയിൽ 10:30 മണിക്ക് എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഈ വീടിന് സമീപത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം MK മനോഹരൻ ഉൾപ്പെടെയുള്ള CITUവിൻ്റെ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ നടന്നു പോകുന്ന നമുക്ക് ദൃശ്യം. അങ്ങനെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെ ഈ വീടിന് സമീപത്തേക്ക് എത്തുകയാണ്. ഒരു വശത്ത് പോലീസിൻ്റെ കൂടുതൽ സന്നാഹങ്ങൾ കൂടി ഈ പരിസര പ്രദേശത്തേക്ക് എത്തുകയാണ്. കാരണം CPM പ്രവർത്തകർ ഇങ്ങനെ തമ്പടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊരു കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള പോലീസ് സന്നാഹങ്ങൾ കൂടി ഇവിടത്തേക്ക് എത്തുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും എത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദൂരെ ദൃശ്യങ്ങളിൽ നിന്നും CPMൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ പരിസര പ്രദേശത്തേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം P പുരുഷോത്തമൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്നതാണ്. നമുക്ക് അങ്ങനെ ജില്ലാ തലത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പിണറായിയിലെ പാണ്ഡ്യാലം
പാണ്ഡ്യാലമുക്കിലെ ഈ വീടിന് സമീപത്തേക്ക് എത്തുകയാണ്. 10:30 മണിക്ക് എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഇവിടത്തേക്ക് എത്തുകയും പ്രകടനം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, ഓൺലൈനായി ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്താണ് തുടർന്ന് അങ്ങോട്ട് സ്വീകരിക്കേണ്ടെന്ന നിലപാട് എന്നുള്ളത് അത് സംബന്ധിച്ചായിരിക്കും തീരുമാനം. അതിനനുസരിച്ച് എല്ലാ തലങ്ങളിലും, ലോക്കൽ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ CPM നിശ്ചയിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധം തന്നെയാണ്. ഈ റെയ്ഡ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ രാവിലെ 6 മണിക്കാണ് ഈ പിണറായി പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് 5 ED ഉദ്യോഗസ്ഥരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീട് അടച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ഇവർക്ക് റെയ്ഡ് ആരംഭിക്കാൻ വേണ്ടി